മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്ക് സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കും. യൗവനത്തിൽ സ്നേഹത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു. വാർദ്ധക്യത്തിൽ സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്നു. സംഭവങ്ങളും പ്രശ്നങ്ങളും അല്ല, അവയോട് വെച്ച് പുലർത്തുന്ന നിങ്ങളുടെ മനോഭാവമാണ് അതിജീവനത്തിൻ്റെ കരുത്ത്. കടന്നുപോയ വഴികളും വന്നുപോയ മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നിങ്ങളെ തളർത്താനും തകർക്കാനും അവർക്ക് കഴിയും. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. അതിരുകൾ ആവശ്യമാണ്, അത് അഹങ്കാരമല്ല. നിങ്ങൾ അനുവദിക്കാതെ മറ്റൊരാളും നിങ്ങളിൽ അധികാരം കാണിക്കില്ല. ലക്ഷ്യമുണ്ടായിരിക്കുക, പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല. താനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും. ഭക്തരെ, മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട്. നിങ്ങൾ അതിൽ എന്തിനെ വളർത്തുന്നുവോ അത് വളർന്നു വരും. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം സങ്കല്പം മാത്രമാണ് എന്നറിയുക. പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃ ശിവായ.